നമസ്കാരം. IPL പഞ്ചാബ് കിങ്സിനെതിരായ അടുത്ത പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി സഞ്ജു സാംസൺ മടങ്ങിയെത്തുമെന്ന് ഉറപ്പായതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ്. ശനിയാഴ്ച രാത്രി 7:30 പഞ്ചാബിന്റെ തട്ടകമായ ചണ്ഡീഗഡിലെ മഹാരാജ യദവീന്ദ്ര സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ പോരാട്ടം നടക്കുന്നത്. റോയൽസിന് വേണ്ടി ഇനിയുള്ള മത്സരങ്ങളിൽ വിക്കറ്റ് കാക്കാമെന്ന കഴിഞ്ഞ ദിവസമാണ് സഞ്ജുവിന് BCCIയുടെ ക്ലിയറൻസ് ലഭിച്ചത്. ഇതോടെ പരാഗിന്റെ മേധാവിത്വമാണ് രാജസ്ഥാനിൽ കുറയുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലായി 2 തോൽവികളാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത്. പോയിന്റ് ടേബിളിൽ ആദ്യം 4-ൽ പോലും പെടാതെ അവസാന സ്ഥാനത്തിന് തൊട്ടുമുന്നേയാണ് ഇപ്പോൾ രാജസ്ഥാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ജയം അനിവാര്യമാണ് രാജസ്ഥാന്. ആദ്യ 3 മത്സരങ്ങളിലും റിയാൻ പരാഗ് നയിച്ചപ്പോൾ തന്നെ രാജസ്ഥാനിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ആരാധകർ തൃപ്തരല്ലായിരുന്നു. സഞ്ജു ഇവയിൽ ഇമ്പാക്ട് സബ്ബായി മാത്രമായിരുന്നു ഇറങ്ങിയത്. ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് പഞ്ചാബിനെതിരെ ഗംഭീര ഇന്നിംഗ്സോടെ തന്നെ ആഘോഷിക്കാനായിരിക്കും സഞ്ജുവിന്റെ പദ്ധതി. ഒപ്പം ശ്രേയസ് അയ്യർക്ക് കീഴിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന പഞ്ചാബിനെ പിടിച്ചു കെട്ടുകയെന്ന ദൗത്യം കൂടി ഇത്തവണ നായകനെന്ന നിലയിൽ സഞ്ജുവിനുണ്ട്. മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ ഈ ഒരു മത്സരത്തിൽ സഞ്ജു കുറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി നോക്കാം. IPL സഞ്ജു സാംസണ് ബാറ്റ് ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള എതിരാളികൾ എന്നാണ് പഞ്ചാബ് കിങ്സ് അറിയപ്പെടുന്നത്. അവർക്കെതിരെ മികച്ച റെക്കോർഡുകളാണ് സഞ്ജുവിന് ഉള്ളത് ബാറ്റർ എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയായിരിക്കും സഞ്ജു ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുക. പഞ്ചാബിനെതിരെ ഇതുവരെ 22 മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇവയിൽ 37.9 ശരാശരിയിൽ 720 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. 143.4 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. 2021 IPL 119 റൺസുമായി പഞ്ചാബിനെ സഞ്ജു അടിച്ചൊതുക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ മത്സരത്തിൽ റോയൽസ് 4 റൺസിന് പൊരുതി വീഴുകയായിരുന്നു. സഞ്ജുവിന്റെ വൺമാൻ ഷോയ്ക്കും അന്ന് ടീമിനെ രക്ഷിക്കാനായില്ല. 222 റൺസിന്റെ വലിയ വിജയലക്ഷ്യമായിരുന്നു റോയൽസിന് KL രാഹുൽ നയിച്ച പഞ്ചാബ് നൽകിയത്. പക്ഷേ 7 വിക്കറ്റിന് 217 റൺസിന് റോയൽസ് പോരാട്ടം അവസാനിപ്പിച്ചു. 63 പന്തിൽ 12 ഫോറും 7 സിക്സും അടക്കമാണ് സഞ്ജു 119 റൺസ് വാരിക്കൂട്ടിയത്. കളി തോറ്റെങ്കിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും അന്ന് അദ്ദേഹത്തെ തേടിയെത്തി. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ സീസണിൽ മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ കാണപ്പെടുന്നത്. 3-ാം നമ്പർ വിട്ട് അദ്ദേഹം ഇത്തവണ ഓപ്പണിംഗിലേക്ക് മാറിക്കഴിഞ്ഞു. 3 മത്സരങ്ങളിൽ നിന്നും 184.68 സ്ട്രൈക്ക് റേറ്റോടെ 99 റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു 50 ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിലാണ് 66 റൺസോടെ അദ്ദേഹം കസറിയത്. അതേസമയം റിയാൻ പരാഗിന് കീഴിൽ അത്ര മികച്ച പ്രകടനമല്ല ആദ്യത്തെ 3 മത്സരത്തിലും രാജസ്ഥാൻ കാഴ്ചവെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരം ജയിച്ചുവെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ പല പിഴവുകളും അദ്ദേഹത്തിനും സംഭവിച്ചിരുന്നു. എന്നാൽ ഇനി സഞ്ജു തിരിച്ചെത്തുന്നതോടെ റോയൽസിന്റെ ശക്തമായ മടങ്ങിവരവും IPL കാണാൻ സാധിച്ചേക്കും. എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ത്രില്ലിലാണ് സഞ്ജു മടങ്ങിയെത്തുന്നതിന്റെ പേരിൽ അവർക്കുള്ളത്. എന്തായാലും പരാഗ് കൊണ്ടുവന്ന പ്രശ്നങ്ങളും അനിശ്ചിതത്വങ്ങളും എല്ലാം തന്നെ സഞ്ജു അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.